അതൊക്കെ മോശം പണിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആദ്യം തന്നെ അമ്മ അസോസിയേഷൻ്റെ ഒരു പഴയ പ്രവർത്തകൻ, ഇപ്പം ഞാൻ അതൊരു സജീവമായിട്ട് ബന്ധമില്ല, അമ്മയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്ത്രീകൾ അതിൻ്റെ ഭരണസമിതിയിലേക്ക് വരണം, ഒരു മാറ്റം. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഒരു സംഘടനയാണ് അമ്മ എന്നൊരു തോന്നൽ പണ്ട് ജനിപ്പിച്ചു. അപ്പോൾ അത് മാറണമെങ്കിൽ സ്ത്രീകൾ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അതിന് വലിയൊരു പിന്തുണ അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ കിട്ടി. അവർ സ്ഥാനാർത്ഥികളായി വന്നു. അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നല്ലതല്ല. അത്തരം അത് ആരും അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. വളരെ അപലപനീയമാണ്. ഇത്തരം നാണം കെട്ട കേസുകൾ കൊടുക്കുന്നവരെ ഓർത്ത് ലജ്ജിക്കുന്നു. കാരണം അവർ ഒരു സിനിമയിൽ അഭിനയിച്ചു. നമ്മളെല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഞാൻ അനേക സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു മന്ത്രിയാണ്. എൻ്റെ പഴയ സിനിമ എടുത്ത് വെച്ചിട്ട് ഇയാളെ ജനങ്ങളെ വില്ലനാണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് മര്യാദ ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരൊരു സിനിമയിൽ അഭിനയിച്ചു. അവരെ അഭിനയിച്ച സിനിമ പാലേരി മാണിക്യം വളരെ ഗംഭീരമായ സിനിമയാണ്. അവരെ അതിമനോഹരമായ പെർഫോമൻസാണ് ആ സിനിമയിൽ. മമ്മൂട്ടിയുടെ സിനിമകൾ ഏറ്റവും നല്ല സിനിമകളാണ്. മമ്മൂട്ടിയുടെ സിനിമകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സിനിമ മമ്മൂട്ടിയുടെ അത്. ആ സിനിമ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത്തരം ഒരു നല്ല അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു പോർഷൻ എടുത്തിട്ടൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നത് പേപ്പറിൽ പേര് വരാൻ വേണ്ടി ചെയ്യുന്ന ചില ചീപ്പായിട്ടുള്ള നമ്പറുകളാണ്. പിന്നെ സ്ത്രീകളോട് ഇത്തരത്തിലുള്ള വേലകൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഒരു അന്തസ്സല്ല. അത് സ്ത്രീകൾ വരും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ഒരു ചിലർക്ക് അത് ഇഷ്ടപ്പെടാതുകൊണ്ടായിരിക്കാം. അല്ലാതെ അവരെന്ത് കുറ്റം ചെയ്തു? അവർക്ക് അമ്മയിൽ അംഗമാണ്. അമ്മയിലെ ഏതൊരംഗത്തിനും അമ്മയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ഏതൊരംഗത്തിനും മത്സരിക്കാം. ഒക്കെ അതൊന്നും അവരിതിന്റെ ഭരണസമിതി അംഗമൊന്നുമില്ല. പിന്നെ എങ്ങനെ അവരിത് കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ മെമ്മറി കാർഡിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ അതൊരു കഥയായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്. ഞാനിങ്ങനെ മെമ്മറി കാർഡിനെ പറ്റി അറിയത്തുമില്ല. അങ്ങനെ സംഭവം നടന്നു അറിയില്ല. അതൊക്കെ എങ്ങനെ ദുരുദ്ദേശം ഉണ്ടായിരിക്കും. നമുക്കതിനെ പറ്റി കറക്റ്റ് അറിയത്തില്ല. ഞാനിതുമായിട്ടൊന്നും ഇടപാടില്ല എന്ന് ആദ്യം പറഞ്ഞു. 5-6 ഇടപാടില്ല.